ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഏത്തപ്പഴം ചേർത്തുള്ള ഒരു കൊഴുക്കട്ടയാണ്. അപ്പോൾ ഒരുപാടങ്ങ് പഴുത്തു പോകാത്ത ഏത്തപ്പഴമാണ് നമ്മളിതിന് എടുക്കേണ്ടത്. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, 4 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ശർക്കര, അത് വെല്ലമാണ് എടുത്തിരിക്കുന്നത്. ഒരു ശർക്കര ഉണ്ട വലുതൊന്നും വേണ്ട, ഒരു വെല്ലത്തിൻ്റെ 1/4 ഭാഗം മതിയാവും. പാനിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്, കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് 2 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പ് അളവിലാണ് എല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇളക്കി നോക്കുക. ഇനി അടുത്ത 1 കപ്പും കൂടെ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി നോക്കുക, അതും കൂടെ ഒഴിച്ചിട്ട്. അപ്പോൾ ഞാനിനി അടുത്തതും ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2 കപ്പ് വെള്ളം ഈ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് മതിയാവും. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്ത് പിന്നെ ഞാൻ മയത്തിൽ അത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈങ് പാന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടായതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരുപാടൊന്നും ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. പറഞ്ഞ പോലെ ഒരു 1/4 വെല്ലത്തിൻ്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത്ര മധുരം നമുക്ക് മതിയാവും. ഏത്തപ്പഴം കൂടി ഇടുന്നതുകൊണ്ട് മധുരം അളവ് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല. ശർക്കര പാനി ചേർത്തതിന് ശേഷം ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പിടിച്ചതിന് ശേഷം ഏത്തപ്പഴം കൂടെ പിന്നീട് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഏത്തപ്പഴം ആദ്യം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞ് ഇതങ്ങ് സോഫ്റ്റായി പോകുമേ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ കിട്ടുകയും ചെയ്യും, ഒരുപാടങ്ങ് അലിഞ്ഞ് കുഴഞ്ഞു പോകത്തുമില്ല. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ വെള്ളം തിളയ്ക്കാനായിട്ട് ചൂടാനായിട്ട് അപ്പച്ചമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതോട്ട് ഒന്ന് ചൂടാവട്ടെ. നമുക്ക് ഇതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. ആദ്യം ഞാൻ ആ മാവ് കുഴച്ചത് ആദ്യം ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതുപോലെ കയ്യിൽ കൊഴുക്കട്ട പരത്തുന്ന പോലെ തന്നെ നമ്മൾ കയ്യിൽ പരത്തിയെടുത്തിട്ട് ഇതുപോലെ മിക്സ് ചേർത്ത് നമുക്ക് കൊഴുക്കട്ട എല്ലാം ഒന്ന് ഉരുട്ടി വയ്ക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ബട്ടണും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത്, ഞാൻ ഇതുപോലെ വെറൈറ്റി വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിതുപോലെ എല്ലാ മിക്സും ഓരോ കൊഴുക്കട്ടയിലും ഉരുട്ടി ചേർത്ത് കൊടുത്ത് ഞാനിത് ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കൊഴുക്കട്ടയാണ് ഏത്തപ്പഴം ചേർത്തുള്ള കൊഴുക്കട്ട. അപ്പോൾ ഞാനിത് എല്ലാം ഒന്ന് ഉരുട്ടി വെച്ചു. ഇനി നമുക്ക് അപ്പച്ചമ്പിൽ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പച്ചമ്പിലേക്ക് ഈ കൊഴുക്കട്ട എല്ലാം ഉരുട്ടിയത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയും മിക്സ് മതിയാവും. എല്ലാം ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 7 കൊഴുക്കട്ടക്കുള്ള ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. 1/2 മണിക്കൂർ മതിയാവും. നമ്മൾ തിളച്ച വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്തതുകൊണ്ട് കൂടുതൽ സമയം ഇരിക്കേണ്ട ആവശ്യമില്ല. 1/2 മണിക്കൂർ മതിയാവും. അപ്പോൾ തന്നെ അത് വെന്തിരിക്കുന്ന കാണാം. അപ്പോൾ നമുക്ക് ഇത് എല്ലാം എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നല്ല ഭംഗിയായിട്ട് കാണാൻ നല്ല ഭംഗിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർക്കാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.